മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭർത്താക്കന്മാരുടെ കടമകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഭാര്യമാരുടെ കടമയിലേക്ക് നമ്മൾ വന്നു, പക്ഷേ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾ കാണണം. ഭർത്താക്കന്മാരുടെ കടമയിൽ പറഞ്ഞതാണ് അത് സ്വന്തം കുടുംബത്തെ കരുതണം, പോറ്റി പുലർത്തണം, കൂടെ പാർക്കണം, ഭാര്യമാരെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചാണ്. അതുകൊണ്ട് കാണാത്തവരത് തീർച്ചയായും കാണണം. ഭാര്യമാരുടെ കടമകളെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവർ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സ്യൂട്ടബിൾ ഹെൽപ്പറാണ്, തക്കതായ തുണയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ഫോണിൽ കൂടെ എന്നോട് വിളിച്ച് ചോദിച്ചു, ഇണയും തുണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇണയെന്ന് പറയുന്നത്, കാരണം കേരളത്തിന് പുറത്തുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ മീനിങ് മനസ്സിലായില്ല. പാർട്ട്ണർ, ഹെൽപ്പർ എന്നുള്ള ഒരു വാക്കാണ് തുണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുണയ്ക്കുക, നമ്മളെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ള. ഈ മൃഗങ്ങളിലാണല്ലോ ഇണ ഉള്ളത്. ഇണ എന്ന് പറഞ്ഞാൽ അവർക്ക് ബയോളജിക്കൽ നീഡ്, അവരുടെ കാര്യം നടക്കാൻ, പ്രധാനമായിട്ട് സെക്ച്വൽ ആക്ടിവിറ്റി, അത് നടത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ ഇണയെ കണ്ട ഭാവം പോലും കാണിക്കാൻ പൊക്കളായി. ഇവിടെ അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഒരു ആവശ്യം നടത്തി പോകുക എന്നുള്ളതല്ല, നമ്മളോടൊപ്പം നിൽക്കുക. ഈ ഹെൽപ്പർ എന്നുള്ളൊരു വേർഡ് പരിശുദ്ധാത്മാവിന് യൂസ് ചെയ്തിട്ടുണ്ട്, തുണയായിട്ട്, തക്ക തുണ എന്നുള്ള രീതിയിൽ. അതുപോലെ പരിശുദ്ധാത്മാവല്ല, എന്നാൽ ഇവിടെ സ്യൂട്ടബിൾ ഹെൽപ്പർ, തക്കതായ തുണ എന്ന് പറയുമ്പോൾ ഭർത്താവിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഭർത്താവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസിക, ആത്മീയ, ശാരീരിക സഹായങ്ങൾ കൊടുക്കുക. വാരിയലിലെടുത്താണ് സ്ത്രീയെ ഉണ്ടാക്കിയത്, നമുക്കറിയാം. വാരിയലിൽ നിന്നല്ല, വാരിയലിലെടുത്താണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിനോട് ചേർന്ന്, ഭർത്താവിനോട് ചേർന്ന് നിന്ന് വേണ്ട സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനാണ്? ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. ഭർത്താവാണ് തല ആയിട്ടിരിക്കുന്ന ഹെഡ് ഓഫ് ദ ഫാമിലി. അന്നേരം അത് കർത്താവുമായിട്ട് സിംബലൈസ് ചെയ്ത് ഭർത്താവിനെ പോലെ കർത്താവിനോടൊപ്പം വളരുക എന്നൊരു ചിന്തയിലാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും നിങ്ങളുടെ ഭർത്താവിനെ സഹായിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും നിങ്ങളുടെ ഭർത്താവിനെ സഹായിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, വേറെ ആളുടെ സഹായം കൊണ്ട് വരുമ്പം ഭർത്താവിനെ വേണ്ട രീതിയിൽ കരുതുകയും സഹായിക്കുകയും ചെയ്യാത്തതുകൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലിയിൽ വരുന്നുണ്ട്. ഭർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് കരുതുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴേ ചില സമയങ്ങളിൽ കുടുംബജീവിതത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന ഭർത്താക്കന്മാരുമുണ്ട്. കാരണം ഈ നാളുകളിൽ പിശാച് പല കാര്യങ്ങൾ, ഈ കുടുംബങ്ങളെ പൊളിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. നേരത്തെയുള്ള എപ്പിസോഡിൽ സൂചിപ്പിച്ചാണ്. പല സംശയങ്ങൾ കൊണ്ടിടും, പല രീതിയിൽ. കാരണം പല ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരെ എടുത്ത് വേറെ സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യും. അയ്യോ അതുപോലെ ആകുന്നില്ല. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്കുള്ളൊരു പ്രോബ്ലം, അവർ അമ്മയുമായിട്ട് കമ്പയർ ചെയ്യും. കാരണം അവർ ചെറുപ്പത്തിലേ വളർന്ന് വന്ന് കണ്ടിരിക്കുന്നത് അവരുടെ കുടുംബത്തിലുള്ള അമ്മയാണ്. ഒരു അമ്മയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു അമ്മ ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതാണ്. മനസ്സിലാക്കണം, 10-40 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് അന്ന് അമ്മ അന്നത്തെ ആ സിറ്റുവേഷനിൽ ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് വിഭിന്നമാണ്. അന്ന് അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു. ഇന്നിപ്പം അങ്ങനെയല്ല, ഭാര്യയ്ക്ക് ജോലി കാണും. ജോലി കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചായിരിക്കും ഭവനത്തിൽ വരുന്നത്. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കുകയും ഭർത്താവ് അനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ മുത്താക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ്, ഭാര്യയ്ക്കല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. മുത്തുകളിൽ ഏറുന്ന ഭാര്യ അവളിലുള്ള മുത്തിനെ മനസ്സിലാക്കി അതിനെ കുറേ സിറ്റുവേഷനിൽ കൂടി, മുത്തുകൾ ഉണ്ടാകുന്നത് എങ്ങനെ അറിയാമല്ലോ, ചില സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോഴേ അത് റിഫൈൻ ചെയ്ത് മുത്തുകളായി, ഷൈനിങ് ആയിട്ടുള്ള മുത്തുകളായി തീരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാരെ സ്യൂട്ടബിൾ ഹെൽപ്പറാക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട്, അത് മറന്നു പോകരുത്. എന്നാൽ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്യൂട്ടബിൾ ഹെൽപ്പറാണ്. അതിന് ഭാര്യ വരുമ്പോഴാണ് ഭർത്താവ് പൂർണ്ണനാകുന്നത്. എപ്പോഴും അത് മനസ്സിലാക്കണം. കാരണം ലോസ്റ്റ് റിബ്, വേറെ രീതിയിൽ പറഞ്ഞാൽ റിബ് പോയിരിക്കുകയല്ലേ, ആ റിബ് വന്ന് ചേരുകയാണ്. അന്നേരമേ അത് പൂർണ്ണമാകും. തമാശയ്ക്ക് പറഞ്ഞാലും അതിനകത്ത് ഇത്തിരി അർത്ഥമുണ്ട്.
നമ്മൾ നേരത്തെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ്, എക്ലീസിയാസ്റ്റിൽ നിന്ന് എടുത്താണ്, ഒരുമിച്ചിരിക്കുന്ന അനുഭവം. മുപ്പിളിച്ചരട് ഒരിക്കലും അറ്റുപോകുകയില്ല എന്ന് പറഞ്ഞ്. അന്നേരം ഭാര്യമാർ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് സ്നേഹം ആവശ്യമാണ്, അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, അവരുടെ സംരക്ഷണം ആവശ്യമാണ്, അതുപോലെ ഡൊമസ്റ്റിക് ഹെൽപ്പും ആവശ്യമാണ്. കാരണം അവരെ പലതിലും സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. അടുക്കളയിൽ കയറാൻ പറ്റുന്ന ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറുക തന്നെ വേണം, കയറി സഹായിക്കണം എന്തെങ്കിലും. കാരണം രാവിലത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, ഭവനത്തിൽ എന്താണ് കാര്യമുള്ളത്. ഭർത്താക്കന്മാരൊരു ചായയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് കുടിച്ച് പേപ്പർ നൂത്തവിടെ ഇരിക്കുമ്പോൾ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട്. ആഹാരം ഉണ്ടാക്കണം, ഭർത്താവിന് ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ അവർ വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാനുള്ള ധൃതി, വണ്ടി വരാറായി അല്ലെങ്കിൽ ഓട്ടോ വരാറായി, ആ സമയത്തുള്ള ആ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് ഹെൽപ്പിന് ഭർത്താക്കന്മാരുടെ സഹായം ആവശ്യമുണ്ട്. പിന്നെ എപ്പോഴും സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ഭാര്യയ്ക്കുള്ള ചിന്ത. അതുപോലെ സ്നേഹം, ഈ സ്നേഹം അത് ഏറ്റവും പ്രധാനമാണ്. സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ള എക്സ്പ്രസ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞാണ്, സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞാണ് ഭർത്താക്കന്മാരുടെ റോളിൽ. അതുപോലെ സ്നേഹം, ഈ ഇങ്ങനെ കാര്യങ്ങൾ ഭാര്യമാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഭർത്താക്കന്മാർ പ്രതീക്ഷിക്കും. അതുപോലെ ഭർത്താക്കന്മാർക്കും കുറച്ച് പ്രതീക്ഷകളുണ്ട്, അത് ഭാര്യമാർ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബജീവിതത്തിലെ ലൈംഗികത, സെക്സ് എന്ന് പറയുന്നത്. സന്താനപുഷ്ടിയുള്ളവരായി വളരണം എന്ന് പറഞ്ഞ് നമ്മളുടെ ദൈവം ഈ ലോകത്തിലാക്കി. കാരണം നിങ്ങൾ ഭൂമിയിൽ നിറയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ അന്ന് ഫാമിലി പ്ലാനിങ് ഒന്നുമില്ല, കുഞ്ഞുങ്ങളെ ധാരാളമായിട്ടുണ്ടാകുക, അവർ ഭൂമിയിൽ നിറയുക എന്നുള്ളതാണ്. എന്നാൽ ഭർത്താക്കന്മാർ ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് ഭാര്യമാരും കാരണമായി തീരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ഭർത്താക്കന്മാർ പല കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഭാര്യയിൽ നിന്ന്. കാരണം അവരുടെ നേരത്തെ ഉള്ള കാര്യങ്ങൾ, അമ്മയിൽ നിന്ന് പഠിച്ചതോ കണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ ലൈംഗികത എന്ന് പറയുന്നത്. സെക്സ് അത് ഏറ്റവും പ്രധാനമാണ് ഫാമിലിയിൽ. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ അറിയുക എന്ന് പറയുന്നത്, ആ നോളജ്, അറിഞ്ഞു എന്ന് പറയുന്ന ആ നോളജ്, അത് സെക്സിൽ കൂടിയാണ് പൂർണ്ണമാകുന്നത്. അതിന് ഭാര്യമാർ വിമുഖത കാണിക്കുകയും അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുകയും ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഹെയ്റ്റിങ് വരുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. എന്നാലും ചുരുക്കമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. എന്തെങ്കിലും ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി, പ്രീവിയസ് ആയിട്ടുള്ള കാര്യം, കല്യാണത്തിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു, അതെന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഭാര്യമാർ ഭർത്താക്കന്മാരോട് സഹകരിക്കാതിരിക്കുന്ന അവസ്ഥ, ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിലും ഒരേ കട്ടിലാണ്, മറ്റുള്ളവരെല്ലാം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് സന്തോഷത്തോടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും ജീവിതത്തിൽ ആ ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇൻറ്റിമസി നഷ്ടപ്പെടാനായിട്ട് ഒരിക്കലും പാടില്ല. ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ ബയോളജിക്കലായിട്ടുള്ള നീഡ് മാത്രമല്ല, അവരന്യോന്യം മാനസികമായും ആത്മീയമായും ശാരീരികമായും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ. ഇത് ഏറ്റവും പ്രധാനമാണ്. ഈ ഇൻറ്റിമസി പ്രധാനമായിട്ടും അൺഫോർഗിവിങ് സ്പിരിറ്റ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, പൈശാചിക ശക്തികൾ. കാരണം ഈ ഇൻറ്റിമസി നഷ്ടപ്പെടുന്നത്, സെക്ച്വൽ ആക്ട് ഇല്ലെങ്കിൽ ഇൻറ്റിമസി ഒരുപാട് നഷ്ടപ്പെടും. അതിൽ എന്താണ് സംഭവിക്കുന്നത്? അത് തന്നെ എബ്രായർക്ക് ലേഖനത്തിൽ നേരത്തെ നമ്മൾ സംസാരിച്ചത്, ദുർനടപ്പ് ഇല്ലാതെ ഇരിക്കാൻ അല്ലെങ്കിൽ ദുർനടപ്പ് ഒഴിവാക്കാനായിട്ട് ഭാര്യമാരോട് വസിക്കണം. ഭർത്താക്കന്മാർക്കുള്ളൊരു അഡ്വൈസാണത്. ഭാര്യമാരോട് വസിക്കണം. എന്താണ് അവിടെ കാണിക്കുന്നത്? ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സെക്ച്വൽ നീഡ്സ് മീറ്റ് ചെയ്യണം, അന്യോന്യം മീറ്റ് ചെയ്യണം. ഭാര്യമാരുടെ സെക്ച്വൽ നീഡ്സ് ഭർത്താക്കന്മാരുടെ സെക്ച്വൽ നീഡ്സ് ഭാര്യമാരും മീറ്റ് ചെയ്യേണ്ട ഏറ്റവും ആവശ്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്, നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് സന്താനപുഷ്ടി ഉണ്ടാകുന്ന എൻ്റെ അടുത്തൊരു പ്രോഡക്റ്റാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് സെക്സ് ഏറ്റവും പ്രധാനമായിട്ട് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നു. അതേറ്റവും നമ്മൾ മറന്നുപോയത്. അതുപോലുള്ള കെയറിങ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോയത്. ഇതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി ഇൻ ദ ഫാമിലി. ഫാമിലിയിലെ ലീഡർ ഭർത്താവാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭർത്താവാണ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് എങ്കിൽ കൂടിയും
ഈ ആത്മീയ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ത്രീകൾ താല്പര്യം എടുക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. അവരാണത് സാധാരണ ചെയ്യുന്നത്. പണ്ട് തിരുവല്ലയിൽ അപ്പച്ചൻ പറഞ്ഞ കാര്യം ഞാൻ പറയാം, ഒരു സ്ത്രീ നന്നായാലും ഒരു കുടുംബം നന്നാവും എന്ന് പറഞ്ഞ പോലെ അത് സ്ത്രീകളുടെ നേച്ചർ കൊണ്ട് ഭർത്താവും കൂടി ദൈവത്തിലേക്ക് വരുന്ന ഒരനുഭവം. അവരാണ് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ ഭവനത്തിൽ എടുക്കുന്നത്. ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് ഒരുപാട് സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കാരണം അതുപോലെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു റോളും കൂടെ ഉണ്ട്. അതായത് ഭാര്യമാരുടെ കയ്യിലാണ് ഈ പറഞ്ഞ പോലെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ കണ്ടീഷൻ ഫാമിലിയിലുള്ളത്. കലഹമുള്ള സ്ത്രീയോട് ആര് പാർക്കും? അവളുടെ എന്താണ് ആ വീട് ചോർച്ചിലുള്ള വീട് പോലെ എന്ന് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കലഹക്കാരിയോടുകൂടി അല്ലെങ്കിൽ ഏഷണിക്കാരിയോടുകൂടി അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു സ്വഭാവമുള്ളൊരു സ്ത്രീയോടുകൂടി അല്ല പാർക്കുന്നത്. അതൊക്കെ ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ക്യാരക്ടേഴ്സാണ്, ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ സഭയിൽ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ സഭയിൽ സ്ത്രീകൾ ബഹളം ഉണ്ടാക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്തെങ്കിലും അറിയണമെങ്കിൽ ഭർത്താവിനോട് ചോദിക്കാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഭർത്താവിനോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്ന് അതുപോലെ തന്നെ ഭർത്താവിനോട് ചേർന്ന് സ്യൂട്ടബിൾ ഹെൽപ്പറായിട്ടിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ മേക്കിട്ട് കയറുന്നൊരു സ്വഭാവം ഭാര്യമാർക്കുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കാരണം അവരും ഒരുപാട് ടെൻഷനിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരല്ലേ. ഭർത്താക്കന്മാരുടെ മേലോട്ട് കയറി അവരെ ഭരിക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് എനിക്കാണ് സാമർഥ്യം, ഞാനാണ് കാര്യങ്ങളെ നോക്കുന്നതെന്ന് പറഞ്ഞ് ഭർത്താവിനെ സൈഡ് ലൈൻ ചെയ്യുന്നവരുണ്ട്. ഭർത്താവിൻ്റെ അവരുടെ ക്യാരക്ടറെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു തിങ്കിങ് കുടുംബജീവിതത്തിൽ സ്യൂട്ടബിൾ ഹെൽപ്പറിനില്ല. ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഏതെങ്കിലും നെഗറ്റീവ് ട്രെയ്റ്റ്സ് ഭർത്താവിന് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഉത്തരവാദിത്വം. അതിനകത്തൊക്കെ ഈ ഫാമിലിയിലെ ഡിസ്കഷൻ, അത് ഫാമിലിയിലെ അവർ തമ്മിലുള്ള അന്യോന്യമുള്ള സംസാരം, സഹകരണത്തിലൊക്കെ പോസിറ്റീവായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഹെൽപ്പറിനുള്ള ഉത്തരവാദിത്വമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്ന് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ റോള് ഭാര്യയ്ക്ക് വീട്ടിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും അത് വലിയൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ അവരെ നേരിട്ട് കൊണ്ടുവരാനായിട്ടും ഭാര്യയ്ക്ക് ഒരു കടമയുണ്ട്. ഭർത്താവിന് ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ്, വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്പ് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ മൊബൈലൊക്കെ എത്ര കണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ അന്യോന്യം ഷെയർ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഭർത്താവിൻ്റെ മൊബൈൽ കാണാനായിട്ട് ഭാര്യയെ സമ്മതിക്കത്തില്ല, ഭാര്യയുടെ മൊബൈൽ കാണാൻ ഭർത്താവിനെ സമ്മതിക്കത്തില്ല. ഇതൊക്കെ തെറ്റായിട്ട്, ഒന്നും സീക്രസി പാടില്ല. സ്യൂട്ടബിൾ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സീക്രസിയും പാടില്ല. അതുകൊണ്ട് അന്യോന്യം സ്നേഹത്തോട് വർത്തിച്ച് അന്യോന്യം സ്യൂട്ടബിളായിട്ട് അങ്ങോട്ട് അഡ്വൈസ് വേണമെങ്കിൽ അങ്ങോട്ട് രണ്ടുപേരും സ്നേഹത്തോടെ പറയും, ക്ഷമിക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. അതാണ് സ്യൂട്ടബിൾ ഹെൽപ്പർ എന്ന് പറയുന്നത്. ഇത് പിള്ളേർ കണ്ടു വളരണം. അവരുടെ റോൾ മോഡൽസാണ് പേരൻസ് എന്ന് പറയുന്നത്. പേരൻസിൻ്റെ നേച്ചറാണ്. ഒരിക്കലൊരു പെൺകുട്ടിയെ IPS അഡ്മിഷന് ചെന്ന സമയത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചു. അവർ എക്സ്പെക്റ്റ് ചെയ്തു ഏതെങ്കിലും വലിയ പോലീസുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടനോ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞ എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറും എൻ്റെ മദറുമാണ് എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിനകത്ത്. കാരണം അത്രയും പറയാനുള്ള കപ്പാസിറ്റി, കാരണം ഷീ ഹാസ് ഡെവലപ്ഡ്. അങ്ങനൊരു സ്വഭാവം അവരുടെ ഭവനത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സ്യൂട്ടബിളായിട്ട് അന്യോന്യം സഹകരിച്ച് പോകുന്ന ഒരു ഫാമിലി ആയിരിക്കണം. അതെല്ലാ കാര്യങ്ങളും, സ്നേഹത്തിൽ മാത്രമല്ല, കരുതുന്നതിൽ മാത്രമല്ല, എല്ലാറ്റിലും അന്യോന്യം പോകുന്ന ഒരു ഫാമിലി ആയിരിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, എഫേസ്യർ 5:33 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അതിനകത്ത് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ റെവറൻസ് ടു ഹർ ഹസ്ബൻഡ്, റെസ്പെക്റ്റ് ഹർ ഹസ്ബൻഡ്, ഭർത്താവിനെ ബഹുമാനിക്കുക എന്ന് പറയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഭർത്താവിനെ ബഹുമാനിക്കാനായിട്ട് ഭാര്യ പഠിക്കണം. കാരണം മക്കളുടെ മുമ്പിൽ വെച്ച് ഒക്കെ ഭർത്താവിനെ സംബോധന ചെയ്യുന്നതും ആദരിക്കുന്നതും പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം, നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാകണം. ഒരിക്കലും പറയരുത് പെൺമക്കളോടൊക്കെ, മോളെ എനിക്ക് ഈ ഗതിയായി,
നിനക്ക് ഇങ്ങനൊരു ഗതിയാകരുത്, അങ്ങനെ ഒന്നും പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും വിവാഹ ജീവിതത്തെ, എൻ്റെ കുടുംബജീവിതത്തെ ശപിച്ചുകൊണ്ടാണ് പറയുന്നത്. ചില ഭാര്യമാർക്ക് പറയും, ഓ അങ്ങേർക്ക് ഭ്രാന്താണ്. ആരാ? ഭർത്താവിൻ്റെ കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ തലയ്ക്കൊരു ബോധവുമില്ല, അദ്ദേഹത്തിന് ഭ്രാന്താണ്. അതിൻ്റെ ഭാര്യയുടെ തല ആരാ? ഭർത്താവ്. അതായത് അങ്ങയുടെ തലയ്ക്ക് ഭ്രാന്താന്ന് പറയുമ്പം ആർക്കാ ഭ്രാന്ത്? ഇതൊക്കെയാണ് പ്രശ്നം. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഇതാണ്, വെറുതെയുള്ള വാക്കുകൾ. ഈ വാക്കുകൾ, ഈ കവനൻറ്റ്, ഇതൊരു ഒരു ഒരു ഉടമ്പടിയാണ്, നമ്മൾ ദൈവമായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ കയറി നമ്മൾ പറയുന്നൊരു ഡിക്ലറേഷനാണ്, ഇദ്ദേഹത്തിനെ കൊണ്ട് കഴിവില്ല, ഇദ്ദേഹത്തിന് ഭ്രാന്താണ്, ഇദ്ദേഹത്തിൻ്റെ പോലെ ആയിക്കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോവും എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾ പിശാചും കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഈ കുടുംബത്തെ തകർക്കാൻ പിശാച് ഇതിൽ കൂടെ കയറും, ആ വാക്കിൽ കൂടെ കയറും. ഈ വാക്ക് ഒരിക്കലും ഇല്ലെങ്കിൽ കൂടി, ഒരിക്കലും ശ്രദ്ധിക്കാത്തതാണെങ്കിലും പോലും ഭർത്താവ് ചിലപ്പോൾ അതെടുത്തങ്ങ് തലയിലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങ് എഴുതും. എന്തോ എഴുതുന്നത്? എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കൊള്ളാത്തവനാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ, ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ആ വാക്കങ്ങ് എഴുതും. എഴുതി വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, പിശാച് അതിൽ കൂടെ വർക്ക് ചെയ്യും. അവിടെ ഒരു അൺഫർഗീവിങ് സ്പിരിറ്റ് വരും, അതുപോലെ റിജക്ഷൻ വരും, ഭാര്യയോടുള്ള അകലാനുള്ള താല്പര്യം വരും. ഇതെല്ലാം കുടുംബജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഭർത്താവിനെ ബഹുമാനിക്കുക, ഗീവ് റെസ്പെക്റ്റ്. നമ്മൾ ഭർത്താവിനെ ബഹുമാനിക്കുക. തലയാണ്, ഹീ ഈസ് റെസ്പോൺസിബിൾ ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ സെൻറ്റർ റെസ്പോൺസിബിളാണ്, ഭർത്താവ് റെസ്പോൺസിബിളാണ്. അതുകൊണ്ട് ഭർത്താവിനെ ബഹുമാനിക്കാനായിട്ടുള്ള ഒരു കാര്യം. ആദാമും ഹവ്വായും കാര്യം നമുക്കറിയാം. പാപം ചെയ്ത ഹവ്വയാണ്. ചോദിച്ച ആരോടാണ്? ആദാമിനോടാണ് ചോദിച്ചത്. ആദാമിനോട് ദൈവം ചോദിച്ചത്, നീ എന്തിനാണ് ഈ പാപം ചെയ്തത്? അതിൽ ആദാമ് ഒഴിഞ്ഞു മാറുകയാണ്, ഹവ്വ ചെയ്തു, ഹവ്വ പാമ്പിനെ പറയുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭർത്താവാണ് കണക്ക് ബോധിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഭാര്യമാരങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല, അവർക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭർത്താവാണ് കണക്ക് ബോധിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതിനകത്ത് തന്നെ എഫെസ്യർ 5:31 ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. റെസ്പോൺസിബിളായിട്ടുള്ള ഭാര്യമാർ ചെയ്യേണ്ട ഒന്ന്, there should be a suitable partner. അവർ സ്യൂട്ടബിളായിട്ടുള്ളൊരു പാർട്ട്ണർ ആയിരിക്കണം. രണ്ടാമത്, ഭർത്താവിനെ ബഹുമാനിക്കണം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. തുടർന്ന് നമുക്ക് ഏകദേശം 7 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ, വാട്സാപ്പിലൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ ഇട്ട് കൊടുത്താൽ പലരും കാണാനായിട്ട് ഇടവരും. ഫാമിലിയെ സംബന്ധിച്ചുള്ള പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പല ഇഷ്യൂസിൽ കൂടി പല ഫാമിലികൾ കടന്നു പോകുന്നുണ്ട്. ഡൈവേഴ്സിൻ്റെ കേസുകൾ പോലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവം വിടുതൽ കൊടുത്ത് അറിയിച്ചിട്ടുണ്ട്. ഒക്കെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതം ഏത് രീതിയിലാണെന്ന് ശോധന ചെയ്യുവാനായിട്ട് ഇതിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസാണ്. ഇത് ഫോളോ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഇടവന്നു എന്ന് ഞങ്ങൾക്കൊന്ന് വിശകലനം ചെയ്യുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ ഭാര്യമാരുടെ ഉത്തരവാദിത്തങ്ങൾ എത്ര പ്രാധാന്യമുള്ളതാണ് കുടുംബത്തെ ബലപ്പെടുത്താനെന്നുള്ള ചിന്തിപ്പാൻ ഇടവരുത്തണമേ, സഹായിക്കണമേ. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണം. പിശാചൊരിക്കലും അതിലൊന്നും കർത്താവെ ഇഷ്യൂസ് കൊണ്ടുവരുവാനായിട്ട് നീ അനുവദിക്കരുതേ, ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ ഏതെങ്കിലും രീതിയിലുള്ള അൺഫർഗിവിങ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ. എന്നെ സ്നേഹിക്കാനും കരുതുവാനും ബഹുമാനിപ്പാനും കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ. കർത്താവെ, ക്ഷമിക്കപ്പെടേണ്ട കാര്യങ്ങൾ ക്ഷമിക്കുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും 9:30 നിങ്ങളുടെ ഡിവൈസിൽ എത്തിച്ചേരുന്നതാണ്. റെഗുലറായിട്ട് കാണുക. ഏതെങ്കിലും മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.